അപ്പൊ അവള് എന്നോട് ഇങ്ങോട്ട് മേ നിങ്ങൾക്കറിയില്ല. ഇവിടെ മാഷന്മാർക്ക് എത്ര പേർക്ക് അത് അറിയുന്ന എനിക്കറിയില്ല. അറിയണോലുണ്ടോ BTS ആർമി? ഇല്ല. പുതിയ കാലത്തെ കുട്ടികൾക്ക് അറിയില്ലടാ. ഒരാളെ പേര് ഞാൻ പറയാം. ഒരാള് RM, അടുത്തത് V, പിന്നെ ജംഗ്ഹോക്, അടുത്തത് ജിമിൻ, പിന്നെ സുഗ, നമുക്ക് ബൊഗ, പിന്നെ ജിൻ. ജിൻ. തവരാപറമ്പ് പള്ളിയിൽ മദ്രസ കമ്മിറ്റി ക്ലാസ്സിൽ തന്നെ വിളിച്ചു. ഞാൻ ചെന്നിട്ട് പറഞ്ഞു ജിൻ. അപ്പൊ ഒരാള് കാക്കടിക്കുന്നുണ്ട് പറയാ, ശരിയാ, പണ്ട് ഇവിടെ ജിൻ ഉണ്ടായിരുന്നു. അതല്ല. പിന്നെ ജംഗ്ഹോക്, പിന്നെ ജയഹോക്. എന്റെ ആള് RM. നിങ്ങളതോ? ആരേ? ഇനി നമുക്ക് ഇവരോട് ചോദിക്കല്ലത് ആരാന്നുള്ളേ. ആരാ ഈ BTS ആർമിയിലുള്ള ആൾക്കാരൊക്കെ? പറഞ്ഞോളി. മൊഞ്ചന്മാര്, ആൺകുട്ടികള്. എന്നായിക്കോട്ടെ, ആൺകുട്ടികള് BTS ആർമി വിട്ടു. പെൺകുട്ടിയൊക്കെ ഒരു സാധനം ഉണ്ട്. അതിന്റെ പേരെന്താ? ബ്ലാക്ക് പിങ്ക്. വെരി ഗുഡ്, അടിപൊളി, സെറ്റ് ആട്ടോ. ബ്ലാക്ക് പിങ്ക് കാണാറുണ്ടോ? ഉണ്ടോ? ഇല്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ബ്ലാക്ക് പിങ്ക് കിട്ടി? അതിനാരാ ബ്ലാക്ക് പിങ്ക് കാണുന്നത്? നിങ്ങളല്ല കാണുന്നത് അല്ലെ? കൊറിയൻ ഡച്ച്. ശരി, നിങ്ങളുടെ പുതിയ ട്രെൻഡ് പാന്റിന്റെ പേരെന്താ? ഒരുത്തനെ പൊക്കിന്നോ? അത് പൊക്കിയൊന്നല്ല. ഇതിന്റെ സാധനത്തിന്റെ പേരെന്താ? എന്റെ വല്യാപ്പ പറയും കാലിസറായി. അതല്ല. ഇതേതാ സാധനം? ഏതാണ്? ബാഗി. നമുക്ക് ആരെയൊക്കെ അറിയണ്? മാഗി. അതല്ല. ഏതാണ്? ബാഗി. ശരി. അപ്പൊ ഞാൻ ഈ പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇതെന്താ? അപ്പൊ അവൾ എന്നോട് ഇങ്ങോട്ടൊരു സാധനം ഇട്ടു. ഞാൻ വേഗം മാതാ പിതാ, ഞങ്ങൾക്ക് വേറെ ഗൂഗിൾ ദൈവം. ഞാൻ മാതാപിതാ ഗൂഗിൾ, ഞാൻ വേഗം ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്തു. അപ്പണ്ട് കൊറിയയിലുള്ള 7 ആളുകൾ. ഒരാള് RM, സുഗ, V. അപ്പൊ ഞാൻ അവളുടെ അടുത്തേക്ക് ഞാൻ അടുത്ത് സാധനം ഇട്ടു. ഞാൻ ഓളോട് പറഞ്ഞു ഇന്റെ ആള് RM ആണ്. ഉടനോള് ഞാൻ വീന്റെ ആളാണ്. അതോടുകൂടി എനിക്ക് മനസ്സിലായി സാധനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? ഞാന് I love you BTS ആർമി എന്ന് എഴുതി. ഞാൻ വിചാരിച്ചെന്നോ? B ബഷീർ, T തൗഫീഖ്, S സംസുദ്ദീൻ. ശരി. ശംസു. ശരി, ഞാനതാ വിചാരിച്ചേ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് എഴുതിനി F4 ഫസീല, ഫസിയ, ഫർസാന. ശരി, ഞാനതാ ഞാൻ ഈ കുട്ടിയോട് ഇത് ചോദിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് സാധനം മനസ്സിലായി. എന്താണ് BTS ആർമി എന്താണെന്നുള്ളത് ഞാൻ അന്വേഷിച്ചു കണ്ടെത്തി. ഞാൻ അവളോട് പറഞ്ഞു BTS ആർമി കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സമയം നിയന്ത്രിക്കണം, ശ്രദ്ധിക്കണം. ഇനി സമയത്ത് കുറച്ച് സമയമൊക്കെ കണ്ടാൽ മതി, മൊബൈലിന്റെ ഉപയോഗം കുറക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ ഇത് പല ആളുകൾക്കും BTS ആർമി എന്താണെന്ന് അറിയാം. കൊറിയയിലുള്ള ഒരു പാട്ട് സംഘം 7 ആളുകളാണുള്ളത്. ഞങ്ങളോടൊക്കെ ചോദിച്ചാൽ യേശുദാസ്, മുഹമ്മദ് റാഫി, പിന്നെ MG ശ്രീകുമാർ, പിന്നെ ഞങ്ങളൊക്കെ ഡാഷ് വൈബ് അല്ലേ? ഡാഷ് വൈബ് പറയല്ലടാ, തന്ത വൈബ് മിണ്ടൂല. ഞാൻ ഉണ്ടല്ലോ, നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കില്ല? ഞാൻ കുറച്ചുകൂടി ന്യൂജനാകാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. അപ്പൊ എന്നെ ആൾക്കാർ പറയും അമ്മാവൻ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സ്കൂളിലൊക്കെ ഞാൻ ന്യൂജനാകാൻ വേണ്ടി തീരുമാനിച്ചോടുകൂടി ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് നേരെ മറ്റേക്ക് ചാടി. നിങ്ങൾ കുറെ ലോക്കലാ, ഇൻസ്റ്റ അത്രേ പറയാവൂ. ഞാൻ പെരിന്തൽമണ്ണ പോളി ക്ലാസ് എടുത്ത് കഴിഞ്ഞ് വന്നപ്പോ എന്നോട് ഒരു പെൺകുട്ടി ചോദിച്ചു, സാറേ ID തരുമോന്ന്. ഞാൻ തല താഴ്ത്തി കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പേഴ്സൊക്കെ എടുത്ത് ഐഡന്റിറ്റി കാർഡ് എടുക്കണ നേരത്താണ് ഇതല്ല. ഉടനെ വീട്ടിൽ പോയിട്ട് അടുത്ത സുഹൃത്ത് ഷക്കീനെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ വേണം എന്ത്? ഇൻസ്റ്റ. അന്ന് ഉണ്ടാക്കിയതാ ഇൻസ്റ്റാഗ്രാം. ഇപ്പൊ ഞാൻ ഇൻസ്റ്റ കയറി നോക്കിയപ്പോ കുറെ ആൾക്കാരെ കാണുന്നില്ല. 7ാം ക്ലാസ്സിലെ ഒരു കുട്ടിനെ ഞാൻ പരീക്ഷക്ക് പിടിച്ചു, കോപ്പി അടിച്ചേന്. ഹിപ്നോസിസ് എന്നൊക്കെ പറഞ്ഞാൽ പിടിച്ചു നോക്കിയപ്പം ഒരു പെണ്ണ്.
ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കണം ടീച്ചർമാർക്ക്. ആ വേണ്ട വേണ്ട, ശരി. കണ്ടുപിടിച്ച് അവസാനം ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു ഇത് എവിടുന്നാ കിട്ടിയെന്ന്. അപ്പൊ യൂട്യൂബ് എന്നാണ് ഇതിന്റെ ഐഡിയ എവിടുന്നാ കിട്ടിയെന്ന്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ, അവിടുന്ന് ഞാൻ കുറച്ചുകൂടി ഇറങ്ങി വന്ന് ഇൻസ്റ്റയിലെത്തി. നിങ്ങൾ ഇൻസ്റ്റയിലുണ്ടോ? ഇല്ല. നിങ്ങൾ എവിടെയുള്ളത്? സ്നാപ്ചാറ്റ്. നിങ്ങൾ എവിടെയുള്ളത്? സ്നാപ്ചാറ്റ്. അതിന്റെ താഴത്താണോ? ഞാൻ അടുത്ത് പറഞ്ഞോണ്ടോ? അടുത്തെന്താ? ടെലഗ്രാം. ഈ ഡാഷ് വൈബാണ്. ടെലഗ്രാം ഒന്നുമല്ല. അടുത്ത സ്റ്റെപ്പ് കണ്ടുപിടിച്ചു. ഏതാണ്? കള്ളന്മാര് എല്ലാം പറയും. ശരി, ചോദ്യം ഇതാണ്. പുതിയ കാലത്ത് ഞാനിപ്പോ നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ, ഞാൻ ടീച്ചറാണ്, ബേസിക്കലി ടീച്ചറാണ്. അപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ഞാനിങ്ങനെ ക്ലാസ് എടുത്തു. കുട്ടികൾക്ക് ക്രിയേറ്റിവിറ്റി വേണം. അതുകൊണ്ട് മദ്രസ പരീക്ഷ എന്ന പേപ്പർ കിട്ടിയപ്പോ കുട്ടിയോട് ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ അപകടത്തിൽ പെട്ടെന്ന് ഒരു പാലമുണ്ടാക്കി. പാലത്തിന്റെ പേരെന്താണ്? എന്താണ്? ബെയിലി പാലം. കുട്ടി എഴുതിയ ഉത്തരം പറഞ്ഞോളി. സിറാത്ത് പാലം. ഇതേപോലെ തന്നെയാണ്. നമുക്ക് അറിയില്ലെങ്കിൽ വലിയ പ്രശ്നം. എന്നിട്ട് മാഷാണ് വട്ടിട്ടുന്നത് സിറാത്ത് പാലം. ഇതല്ല, അത് വേറെ സ്ഥലത്തേക്കുള്ള പാലാണ്. ഞാൻ കുടുംബസംഗമത്തിൽ ചോദിച്ചു, BTS ആർമി അറിയുന്ന ആൾക്കാർ കൈയൊക്കിയത്. ഒരു 60-65 വയസ്സുള്ള ഒരു കാക്ക കൈയൊന്നിച്ചു. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ഞാൻ ഇതേപോലത്തെ സ്റ്റേജിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി മൈക്കേറ്റ് പോയിട്ട് പറയും, കാക്ക പറയൂ എന്താണ് BTS ആർമി? അപ്പൊ അയാള് മൈക്കൊക്കെ വാങ്ങി ഷർട്ടൊക്കെ ശരിയാക്കി അയാളുടെ ഭാര്യക്ക് അപ്പുറത്തിരിക്കട്ടെ അങ്ങോട്ടൊക്കെ നോക്കി. എന്നിട്ട് അയാൾ പറയാ, സർ ചോദിച്ചത് BTS ആർമി അല്ലേ? അതെ. ഒരു ബസ്സല്ലേ? അയാളെ ചീത്ത അറിയാൻ പറ്റുമോ? ഇല്ല. അരീക്കോട് ഓടക്കായം വെറ്റിലപ്പാറ റൂട്ടിൽ പോകുന്ന ഒരു ബസ് ഉണ്ട്, അതിന്റെ പേര് PTS എന്നാ. ഈ കാക്ക മനസ്സിലാക്കിയ ഞാൻ അതിനെ കുറിച്ചാ പറയണതാണ്. ചില ടീച്ചർമാരൊക്കെ BTS കേട്ടപ്പോ ഇന്നിങ്ങനെ, ഇതിപ്പോ നിങ്ങളുടെ സാധനം ഉണ്ടോ? ശരി, തിരിച്ചു വരും. പുതിയ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ എന്നൊരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ മാറ്റിയിട്ടുണ്ടോ അല്ലേ? പുതിയ കാലത്ത് ഞങ്ങൾ ടീച്ചേഴ്സും അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ നിങ്ങളെക്കാൾ മിടുക്കന്മാരാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? പേടിയാണോ? ഞങ്ങൾക്ക് തന്നെ സംശയം അത് ശരിയാണോ. ഈ അടുത്ത് ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ കിട്ടി, അന്വേഷിച്ചു. അപ്പൊ ഞാൻ പ്രണയം 7ാം ക്ലാസ്. ഞാൻ ഓനോട് ചോദിച്ചു, അല്ലടാ അനക്ക് തുറന്ന കിട്ടി? അപ്പൊ ഓളെ വിളിച്ചു, ഇൻസ്റ്റേന്നല്ലേ? ഞാൻ കുറച്ചുകൂടി കരഞ്ഞ ആളായിട്ട് ഞാൻ ചോദിച്ചു, ഇൻസ്റ്റേന്നല്ലേ? അപ്പോൾ പറയാം അല്ല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ എവിടുന്നാണ്? വാട്സപ്പ് ആണോ? അല്ല. ഇൻസ്റ്റയാണോ? അല്ല. പിന്നെ എവിടുന്ന ചോദിച്ചു. അവള് കുറെ നേരം മിണ്ടിയില്ല. അങ്ങനെ അവസാനം ഞാൻ ഹിപ്നോസിസിൽ തന്ത്രെടുത്ത് പുറത്ത് പറഞ്ഞപ്പോ മാഷന്മാരൊക്കെ നീച്ചുന്നു, ടീച്ചർമാരൊക്കെ ഇരുന്നു. ഉത്തരം ഗൂഗിൾ പേ. നിങ്ങൾ പുതിയ കാലത്ത് എന്തിനനുസരിച്ച് നീന്തുന്ന ആൾക്കാരാണ്. ഞങ്ങൾ നിങ്ങളോട് പിടിച്ചിക്കണമെങ്കിൽ കുറെ പണിയുണ്ട്. ആർ യു റെഡി? 1 കിട്ടുന്നില്ല. 1 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അടുത്താ കൊടുക്കുക. 2 ഒന്നുകൂടി. 2 3 എന്ന് പറഞ്ഞാലോ? 3 റെഡി? ഓക്കെ, ശരി. 1 2 3. ശരി. ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ കൈവയ്ക്കാണ്. ലിപ്സ്റ്റിക്. ശരി. 30 മിനിറ്റിന്റെ മുകളിൽ മൊബൈൽ ഫോൺ കാണുന്നവരൊക്കെ കൈവന്നിച്ചാണ്. തുടർച്ചയായിട്ട് കാണോ? വെരി ഗുഡ്. നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നിങ്ങൾക്കൊരു ഓഫർ ഉണ്ട്. കൈ താത്തിക്കോളി. ഓഫർ തരട്ടെ? കൊടുക്കല്ലേ? 30 മിനിറ്റ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. നമ്മുടെ ചില കടന്റെ മുമ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഓഫർ. ഇത് അതിനേക്കാൾ നല്ല മനോഹരമായ ഓഫർ ഉണ്ടാവും. എന്താണെന്നറിയോ? റെഡി? ഒന്ന് കൈ കിട്ടുമോ? ഇതില്ലേ? ശരി. എന്താ ഓഫർ എന്നറിയോ? പെരിന്തൽമണ്ണ തൂത എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ യാത്ര ചെയ്ത് വരികയാണ്. പാലക്കാട് ജില്ലയിലായിരുന്നു ക്ലാസ്. തൂത എന്ന് പറയുന്ന പാലം കടന്ന് മലപ്പുറം ജില്ലയിലേക്ക് കടന്ന് ഒരു കൂൾ ബാറിൽ വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തി. നമുക്ക് ചൂടുവെള്ളം വേണം.
ഞാനിങ്ങനെ ചൂടുവെള്ളം പറഞ്ഞു, എൻ്റെ സുഹൃത്ത് ജ്യൂസും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞങ്ങളുടെ കാറിന്റെ പിറകിൽ വന്നിട്ട് ഒരു കാറ് നിന്നു. അതിൽ നിന്ന് ഒരു ലേഡി ഇറങ്ങി വന്നു, ഒരു ഹസ്ബൻഡും ഇറങ്ങി വന്നു. കയ്യിൽ ചെറിയൊരു കുട്ടിയുണ്ട്, ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെ തോന്നുന്ന ഒരു കുട്ടിയുണ്ട്. കുട്ടിയെ പിടിച്ചാ വന്ന്, സാറേ നിങ്ങളിപ്പോ ഇന്ന സ്കൂളിൽ ക്ലാസ് എടുത്ത് വരില്ലേ? അതെ, അതെ അതെ സാറേ, ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങളെ ബാക്കിൽ ഫോളോ ചെയ്ത് വരിക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞോളൂ. നിങ്ങളിപ്പോ ക്ലാസ് എടുത്തപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിൽ ഒരു കാര്യം എൻ്റെ കുട്ടിയേക്ക് കണക്റ്റഡ് ആണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താ? സാറേ, എൻ്റെ കുട്ടി നിങ്ങൾ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലാ പഠിക്കണേ. പക്ഷേ അവളെ കുറിച്ച് എനിക്കൊരു പരാതിയില്ല. നന്നായിട്ട് ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷ അവൾ എഴുതിയിട്ടുണ്ട്, നന്നായിട്ട് എഴുതും, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഇപ്പോൾ എഴുതിയിട്ടുണ്ടാവും, കാരണം ഈ കൊല്ലാണ് സംഭവം ഉണ്ടായത്. പക്ഷെ സാറേ, എനിക്ക് എൻ്റെ 6ാം ക്ലാസ് പഠിക്കണ കുട്ടീനെ കുറിച്ചാ പരാതി. ഞാൻ ചോദിച്ചാൽ എന്താ? ഒന്നുമില്ല, കഴിഞ്ഞ 5ാം ക്ലാസ് കഴിഞ്ഞപ്പോ അവരുടെ കൂട്ടുകെട്ടൊക്കെ ഒന്ന് മാറി. 6ാം ക്ലാസ്സിൽ ഒന്ന് സപ്ലൈ ചെയ്തിട്ട് വേറെ 2-3-4 ക്ലാസ്സുകളിലേക്കാക്കി. 6ാം ക്ലാസ്സിലെത്തിയ അന്ന് മുതൽ ജൂൺ തുടക്കം മുതലേ അവരുടെ ഗ്യാങ് ഒക്കെ വേറെ വെറൈറ്റി ടീമാണ്. മുടി കട്ട് ചെയ്യും, ജീൻസ് പാൻ്റാണ് യൂണിഫോം ഇല്ലാത്തത് ധരിക്കുക, മനോഹരമായ ലിപ്സ്റ്റിക് ഇടും, ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങും, നന്നായിട്ട് പിന്നെ പുതിയ ട്രെൻഡിനനുസരിച്ചാ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പരിപാടി ഹസ്ബൻഡിന്? ഹസ്ബൻഡിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സാറേ, ഞാൻ ഗൾഫിലായിരുന്നു, അപ്പൊ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നാട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ നാട്ടിൽ വന്ന്? ഒന്നുമില്ല, വെക്കേഷൻ ലീവ് കിട്ടിയപ്പോ വന്നാണോ? അല്ല, ഹോസ്പിറ്റലിലേക്കാ വന്നത്. എന്ത് പറ്റിയത്? സാറേ, എൻ്റെ 2ാമത്തെ മകൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം RCCയിലേക്ക് എൻ്റെ മകളെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ക്യാൻസർ. അമ്മ കരയാൻ തുടങ്ങി. കോൾബാറിൽ ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഞാൻ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയണില്ല. എൻ്റെ കൂടെയുള്ള ആളുകളോട് ഞാൻ മാറിക്കാൻ പറഞ്ഞു. ഇത് കൗൺസിലിംഗ് സെഷൻ പോലെയായി. അടുത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ മാറിക്കാൻ തുടങ്ങി. ഈ പെണ്ണ് കരയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രശ്നമായി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, കുറച്ച് മാറിക്കാം, ഞാൻ ഈ വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിച്ച് ഞങ്ങൾ 2 പേരും സൈഡിലേക്ക് മാറി നിന്നപ്പോൾ അമ്മ പറയാ, 6ാം ക്ലാസ്സിലെത്തിയപ്പം പ്രശ്നമൊന്നുമില്ല, ഇനി അങ്ങനെ തുടങ്ങിയത് 5ാം ക്ലാസ്സിൽ ഒരു ബുദ്ധിമുട്ടില്ല, ഇനി ഇപ്പം ഉള്ള കുഴപ്പം എന്താണെന്നറിയാം സാറേ, ചെറിയ വയറുവേദന. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, 2 തവണയായിട്ടാണ് കാണിച്ചു. 2 തവണ കാണിച്ചപ്പോഴും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കി ഇപ്പൊ പീരിയഡ്സ് ഉണ്ടാവും. ഞാൻ അന്വേഷിച്ചു, പക്ഷെ അതൊന്നുമില്ല, നിരന്തരമായ വയറുവേദന. അപ്പൊ തുടങ്ങിയപ്പോൾ കുറെ സമയമായപ്പോൾ എനിക്ക് മനസ്സിലായി ബുദ്ധിമുട്ട് വേറെയാണ്. ഞാൻ വിചാരിച്ചു ക്ലാസ് മാറിയതിൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണോ, കുട്ടികളൊക്കെ ഇങ്ങനെ മാറിയിരുന്നില്ല, അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണോ? അല്ലാതൊന്നുമല്ല സാറേ. സാർ ഒരു കാര്യം, ഇത് എവിടെ ക്ലാസ് എടുക്കുകയാണെങ്കിലും സാർ പറയണം. എന്താ വിഷയം എന്നറിയോ? ലിപ്സ്റ്റിക്. പെൺകുട്ടികളെ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളെ പെറ്റ് പോറ്റി വളർത്തുന്നതിനിടയിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്ന കോസ്മെറ്റിക് ഐറ്റംസിലെ മനോഹരമായ ഒരു സാധനമാണ് ലിപ്സ്റ്റിക്. നിങ്ങൾ ഉപയോഗിച്ചോ? ഞാൻ എതിരല്ല. അതിനുള്ള സമയമാകുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചോ? നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 10 രൂപയുടെയും 20 രൂപയുടെയൊക്കെ ലോക്കൽ നെയിൽ പോളിഷ് പോലെ ലോക്കൽ സാധനമല്ല നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ കുട്ടിയുടെ ഉമ്മ അത് പറഞ്ഞിട്ടാണ് കരഞ്ഞു. ലിപ്സ്റ്റിക്കിൽ ഏറ്റവും കൂടുതലുള്ളത് മെർക്കുറിയുടെ അളവാണ്. മെർക്കുറിയുടെ അളവുള്ള ഈ സാധനം വയറ്റിൽ ചെന്ന് ഭയങ്കര പ്രശ്നമാണ്. എന്താ ഉണ്ടായതെന്ന് അറിയാം? വയറിൻ്റെ ഉള്ളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, വേദന ഉണ്ടാകാൻ തുടങ്ങി. അതിന് ഫസ്റ്റ് സ്റ്റേജിൽ ഈ കുട്ടിയുടെ ഉമ്മ കണ്ടെത്തി. ഉപ്പ ഗൾഫിൽ നിന്ന് വന്നു, ഹോസ്പിറ്റലിൽ കാണിച്ചു, RCCയിലേക്ക് പോയി. അതിന്റെ ആവശ്യം വന്നില്ല, അവിടെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ തലശ്ശേരി പോയി, തലശ്ശേരിയിൽ നിന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു പോന്നു. നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനം എന്താണെന്നറിയോ? ഉപദേശം അല്ലേ? ടീച്ചേഴ്സ്, പാരൻസ് ഒക്കെ നിങ്ങൾ ഉപദേശിക്കും. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത്? ആരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്? ആരുടെ നന്മക്ക് വേണ്ടിയിട്ട് അവർ പറയുന്നത്? ആണോ അല്ലേ? പക്ഷെ നമുക്കതറിയാം, നമ്മുടെ നന്മക്കാണ്, എന്നാലും നമ്മൾ അനുസരിക്കുമല്ലേ? ഉമ്മമാരെ പറ്റിച്ചവരൊക്കെ കൈയൊക്കെ, ഉപ്പമാരെ പറ്റിച്ചവരൊക്കെ കൈയൊക്കെ, ഉമ്മനും ഉപ്പനെയൊക്കെ പറ്റിക്കാത്തവരും കളവ് പറയാത്തവരുണ്ടെങ്കിൽ കൈയൊക്കെ. അപ്പൊ സത്യത്തിൽ നിങ്ങൾക്ക് കൈയില്ലേ? ഒരാള് അങ്ങനെ ആക്കണം, ഇത് മൂത്രയിക്കാനാ പറയടും.
പറ്റിച്ചിട്ടില്ലേ? കളിയാക്കിയില്ലേ? ചീത്ത പറഞ്ഞില്ലേ? അടിച്ചു നിങ്ങള്? ഉമ്മാനടിച്ചോ? ഉപ്പാനെ ഒന്ന് കൊടുക്കണം തോന്നിയില്ലേ? എന്താ ഉമ്മിയും ആയിട്ടുള്ള നമ്മുടെ ആൺകുട്ടികളുടെ മെയിൻ പ്രശ്നം എന്താ? ഉമ്മയും ഉപ്പയും ഏറ്റ് ആൺകുട്ടികൾക്കുള്ള മെയിൻ പ്രശ്നം എന്താ? മുടി വളർത്തണത്, പിന്നെ കളിച്ചാമ്പിടാത്തത്. വികാരാണ്. ആ പിന്നെ പിന്നെ കഴിഞ്ഞോ? ഇതുണ്ടോ? ഫുഡല്ല, മിഠായി. ഇതാണോ? ഓക്കെ, ശരി. നിങ്ങളുടെ പ്രശ്നം എന്താ? സ്വാതന്ത്ര്യമല്ല മാഷേ ഒരു നല്ല തുണി കുപ്പായം എടുക്കാൻ. ശരിയാണല്ലേ? ആണല്ലേ? അടുത്ത പാരന്റ്സ് മീറ്റിംഗ് എന്നെ വിളിക്കണേ. ശരി, അല്ലേ? ശരി. പിന്നെന്താ പ്രശ്നം? മുടി മുറിക്കാൻ അയക്കണില്ല. പിന്നെ 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 ശരി, പെൺകുട്ടികൾ സത്യം പറയോ? കുളിക്കാത്തവരൊക്കെ ഒന്ന് കയ്യൊന്നിച്ചാണ്. സോറി, അങ്ങനെയല്ല ചോദിക്കണ്ടേ. കുളിക്കണോല് കയ്യൊന്നിക്ക്. എന്നും നിങ്ങളോ കുളിക്കേ? തകർന്നു പോയി. ആൺകുട്ടികളോ കുളിക്കണോലോ? ശരി, തിരിച്ചു വരും. പേരൻസ് ആയിട്ട് നമ്മളും പേരൻസ് തമ്മിലുള്ള പ്രശ്നം ഒന്ന്, നേരത്തെ പെൺകുട്ടികൾ പറഞ്ഞ പോലെ ഈ പ്രശ്നം. പിന്നെ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കുള്ള പ്രശ്നം ഒന്ന് ഞാൻ പറയട്ടെ. നിങ്ങളമ്മാരുപ്പാരും നിങ്ങൾക്ക് മൊബൈൽ ഫോൺ തരുന്നുണ്ടോ? ഇല്ലല്ലോ. ശരിക്കും നിങ്ങൾക്ക് തരണ്ടേ? എത്ര നമുക്ക് അതിൽ നോക്കി പഠിക്കാനുള്ളത് അല്ലേ? അല്ലേ? അത് മനസ്സിലാക്കേണ്ടവര് എന്റെ അന്നവരിതൊക്കെ മനസ്സിലാക്കല്ലേ? ശരി, എന്നാ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓഫർ തരട്ടെ. ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ക്യാൻസർ ആണെങ്കിൽ 40 മിനിറ്റ് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതല്ല, വേറെ ഓഫറാ. ഓട്ടിസം ഓട്സ് അല്ല. 20, 30, 40 വയസ്സായിട്ടുണ്ടാവും. പക്ഷേ 2, 3 വയസ്സായ ആളുകളുടെ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ വീടിന്റെ അടുത്തോ പരിസര പ്രദേശത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല വണ്ണവും വലുപ്പവും ഒക്കെ ഉണ്ടാവും. ഇവിടെ നോക്കണേ. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഓട്ടിസം. ശ്രദ്ധിച്ചോളി. 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ കണ്ണിമ വെട്ടാതെ സ്ക്രീൻ നോക്കി, നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കി നിങ്ങൾ ഇരിക്കുകയും അതിനനുസരിച്ച് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ക്രമീകരിക്കുകയും നിങ്ങൾ പഠനത്തിൽ നിന്ന് പുറകിലേക്ക് പോകുന്നതിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തനത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ മൊബൈൽ ഫോൺ കണ്ണിമ വെട്ടാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഓഫറുകളാണുള്ളത്. 1, ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. 2, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവില്ല. 3, നിങ്ങൾ സംസാരത്തിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ സംസാരശേഷി കുറയും. ഇൻട്രോവേർട്ടിൽ നിന്ന് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. എല്ലാ കാര്യത്തിൽ നിന്നും ഒരു ഉൾവലിച്ചിലുണ്ടാവും. സ്വഭാവം ദേഷ്യമായിരിക്കും കൂടെ. ഇപ്പൊ നിങ്ങൾ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്, 30 മിനിറ്റോ 40 മിനിറ്റോ ഒക്കെ മൊബൈൽ ഫോൺ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ നിങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? തൊള്ള പൊത്തിച്ച് ഉപ്പമാരാണ് നിങ്ങളെ മൊബൈൽ ഫോൺ വാങ്ങണമെങ്കിലോ ഈ സാധനം വരുന്നുണ്ടോ? ഇല്ലേ? വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തിന്. വെർച്വൽ ഓട്ടിസം. ഓട്ടിസത്തിന്റെ ഓട്ടിസം എന്ന് പറയുന്നത് മാരകമായ ഒരു അസുഖമാണ്. അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് അവരെ നമ്മൾ സ്പെഷ്യൽ ചൈൽഡ് എന്നൊക്കെയാണ് വിളിക്കുക. പക്ഷെ അതിന്റെ വലിയൊരു വേർഷൻ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇതിൽ നിന്നൊക്കെയാണ് രക്ഷിതാക്കളെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ എന്താ ഉണ്ടാവുന്നത്? ദേഷ്യം. ഉമ്മയെ അടിച്ചവരുണ്ടോ? ഉമ്മയെ അടിച്ചവരെന്ന് കൈയൊക്കെ കൈ പൊക്കണ്ട. ഞാൻ ഇവിടേക്ക് നോക്കിയിട്ട് അത് ചോദിക്കണില്ല. ഞാനൊരു സ്കൂളിൽ പോയി, സ്കൂളിൽ എക്സാമിന് ഇങ്ങനെ ഇരുത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറയാം, മാഷേ 10ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ ക്ലാസ്. അപ്പൊ മാഷ് അവിടുത്തെ പ്രിൻസിപ്പൾ പറയാം, സാറേ ഒരു കാര്യമുണ്ട്, ഇവിടെ ഉമ്മമാരെയും ഉപ്പമാരെയും അടിക്കുന്ന ആൺകുട്ടികളുണ്ട്. ഞാൻ ഞെട്ടി.
ഞെട്ടിയിട്ട് തരിക്കണേന് മുമ്പ് അടുത്ത ഡയലോഗ് ഇയാൾ പറഞ്ഞു, സാറേ അതിലേറെയാണ് പെൺകുട്ടികൾ. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ പുതിയ കാലത്ത് ഈ ട്രെൻഡിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും അച്ഛനും അമ്മക്കും സ്നേഹം കൊടുക്കാറുണ്ടോ അല്ലേ? അവരുടെ കൂടങ്ങൾ ഉണ്ടാവാലുണ്ടോ? പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രയാസങ്ങൾ, ദുഃഖങ്ങളിലൊക്കെ അവരുടെ കൂടെ ഉണ്ടാവാലുണ്ടോ? വേണം. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കണം എന്ന് ഒരൊറ്റ ചോദ്യം മതി. അതിന്റെ ആൻസർ നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളാണ്. മതം പഠിക്കുന്നു, മദ്രസയിൽ പോകുന്നു, വിദ്യാലയത്തിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, ചർച്ചിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, വിവരങ്ങൾ ഉണ്ടാവുന്നു, നോളജ് ഉണ്ട്, എല്ലാം ഉണ്ടാവുന്നു, നല്ല സ്വപ്നങ്ങളുണ്ട്. പക്ഷെ എന്തില്ല? പുതിയ കാലത്ത് ഇതൊക്കെ കൂട്ടിയിണക്കാൻ പറ്റിയ ഒരു മൊറാലിറ്റി, ഒരു സ്പെഷ്യൽ കൾച്ചർ, ഒരു ഉൾക്കാഴ്ച ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാനാണ് ഈ സെഷൻ.